എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ഈസി ആയിട്ടുള്ള നല്ല രുചിയുള്ള മുളക് ചമ്മന്തിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മുളക് ചമ്മന്തി തയ്യാറാക്കാൻ ആദ്യം വേണ്ടത് ചെറിയുള്ളിയാണ്. 250 ഗ്രാം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 40 ചെറിയുള്ളി ഉണ്ട്. ചെറുതായി മുറിച്ചെടുക്കാം. തൊലി കളഞ്ഞതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായി മുറിച്ചെടുക്കണം. ഇനി വേണ്ടത് മുളകാണ്. ഞാനിവിടെ എരിവ് കുറഞ്ഞ ഒരു 20 കശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. എരിവുള്ള മുളകാണ് എടുക്കുന്നതെങ്കിൽ 10 മുളക് എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പുളിയാണ്. വാളംപുളി, ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി എടുക്കാം. ഒരു പാൻ ചൂടാക്കാം. അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ കീപ്പ് ചെയ്യുക. 2 തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളിയുടെ കളർ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ മാത്രം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി വാട്ടിയെടുക്കണം. ഉള്ളി ഒന്ന് നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം. മുളക് മുഴുവനായിട്ട് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 2-3 കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളകും നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇപ്പം മുളകും നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് എടുത്തു വെച്ചിട്ടുള്ള പുളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള പുളിയിൽ തന്നെ അത്യാവശ്യം ഉപ്പുണ്ട്. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ നോക്കിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2-3 മിനിറ്റ് കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇൻഗ്രീഡിയൻസ് ഒന്നും കരിഞ്ഞു പോകാൻ പാടില്ല. പക്ഷെ നന്നായിട്ടൊന്ന് വഴണ്ട് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. ആ സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നന്നായി ചൂടാറിയതിന് ശേഷമാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ഒരു കല്ലുണ്ടെങ്കിൽ ചതച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് വിപ്പ് ചെയ്തെടുത്താൽ മതി. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം ഇതുപോലെ അരച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചൂട് കൂടി ഉണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ചൂടാറിയതിന് ശേഷം മാത്രമേ ഇതുപോലെ അരച്ചെടുക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ആർക്കെങ്കിലുമൊക്കെ ഒരു പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി. ഈ ഒരു ചമ്മന്തി കുറച്ച് നാൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഒട്ടും തന്നെ കേടാവില്ല. ഒട്ടും വാട്ടർ കണ്ടൻറ്റ് ഇല്ലാത്ത ഒരു സ്പൂൺ വെച്ചിട്ട് ചമ്മന്തി എടുത്താൽ മതി. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് അടച്ചു വയ്ക്കാം. ഏകദേശം ഒരു 3-4 ദിവസം വരെ നമുക്ക് പുറത്ത് വയ്ക്കാം. ഒരാഴ്ചയിൽ കൂടുതൽ ഫ്രിഡ്ജിൽ വെച്ചും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഏറ്റവും ബേസിക് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിച്ചമ്മന്തിയാണ്. ഉള്ളിയും മുളക് ചമ്മന്തിയാണ്. കഞ്ഞിക്കും ചോറിനും ഒക്കെ ഇതൊരു അപാര കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.